വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങൾ ഈ ജന്മം കടന്നു പോകുന്നത് ഏത് കർമ്മഫലത്തിലൂടെയാണ് എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജന്മം എടുക്കുന്നത് മുൻ ജന്മത്തിലെ കർമ്മഫലത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും. ഏതെങ്കിലും ഒരു കർമ്മ ഹീലാവാനുണ്ടെങ്കിൽ ആ കർമ്മഫലത്തിൻ്റെ ഭാഗമായാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജന്മം എടുക്കുന്നത്. അത് നമുക്ക് തന്നെ ഓരോ സോളിനും പല രീതിയിലുള്ള കർമ്മങ്ങൾ ഉണ്ടാവാം. അതിലേതെങ്കിലും ഒന്നായിരിക്കാം ഒരു ജന്മത്ത് തീരുന്നത്, പിന്നെ നെക്സ്റ്റ് ബർത്ത് പിന്നെ എടുക്കേണ്ടി വന്നേക്കാം. അപ്പോൾ ഇപ്പോൾ റീഡ് ചെയ്യുന്നത് വെച്ചാൽ ഈ ജന്മം നിങ്ങൾ കടന്നു പോകുന്ന കർമ്മഫലം ഏതാണ് എന്നുള്ളതാണ്. അതിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ടാരോ റീഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. കാർഡ്സ് നോക്കാം. റീഡിംഗ് എന്താ നോക്കാം. ഈ ജന്മം നിങ്ങൾ കടന്നു പോകുന്ന കർമ്മഫലം എന്താണെന്നുള്ളതാണ് ഇപ്പോൾ റീഡ് ചെയ്യുന്നത്. അതായത് ഓരോ വ്യക്തിയും ഓരോ കർമ്മഫലത്തിന്റെ ഭാഗമായിട്ടാണ് പല കാര്യങ്ങളും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങളുടെ കർമ്മ ഹീലിംഗിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നതും നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുന്നതും. അത് വ്യക്തികളായാലും സാഹചര്യങ്ങളായാലും എന്ത് തന്നെ ആയാലും നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന വ്യക്തികളിലൂടെയും സിറ്റുവേഷനിലൂടെയും എന്ത് തന്നെ ആയാലും അത് നിങ്ങളുടെ കർമ്മഫലത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് മേ ബി മുൻജന്മത്തിലെ കർമ്മഫലമായിരിക്കാം, അതല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾ ചെയ്ത പാസ്റ്റ് ലൈഫിൽ, അതായത് നിങ്ങൾ ചെയ്ത നിങ്ങളുടെ കഴിഞ്ഞുപോയ കാലത്ത് നിങ്ങൾ ചെയ്ത കർമ്മഫലത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം, അതല്ലെങ്കിൽ മദർ വൂൺസ് വഴി വരുന്ന ഒരു കർമ്മഫലമായിരിക്കാം. അതായത് തായ് വഴി വരുന്ന കർമ്മഫലം, DNA വഴി കിട്ടുന്ന കർമ്മഫലം, ഇങ്ങനെ പല രീതിയിലും നിങ്ങളുടെ കർമ്മ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കൂടുതലായി കാണുന്നത് നിങ്ങൾ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ പലരും ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ പലതരം ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്ത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ ഒരുപാട് ഡിപ്രഷൻ പോലുള്ള അവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട്. മേ ബി അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം കൂടുതലും നിങ്ങൾ പ്രോബ്ലംസ് അനുഭവിക്കുന്നത്. ഫിനാൻഷ്യലി ഉള്ള ആൾക്കാരുണ്ട്, പക്ഷേ നിങ്ങളൊരു ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നതിന് കാരണം റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളിലേക്ക് വരുന്നില്ല. വരാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. മേ ബി ഏതെങ്കിലും ഒരു ജന്മത്തിൽ നിങ്ങൾ ചെയ്തതിൻ്റെ ഒരു കർമ്മഫലം ഇപ്പോൾ ഹീലായി പോകുന്നതായിരിക്കാം. ഈ ഒരു ഡിപ്രഷനും ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഹീലായി പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം മാനിഫെസ്റ്റേഷൻ ഒന്നും ചെയ്യണമെന്നല്ല. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇതൊരു ഹീലിംഗ് പീരീഡാണ്. നിങ്ങളുടെ കർമ്മ ഹീലായി പോകുന്ന ഒരു ടൈം പീരീഡാണ് ഈ സമയം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വരണമെന്നില്ല. അത് എത്ര വലിയ പ്രാക്ടീസ് ആയാലും എത്ര തന്നെ നിങ്ങൾ അതിൽ സിൻസിയറായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു ചാൻസ് ഇവിടെ കാണിക്കുന്നില്ല.
കാരണം നിങ്ങളുടെ കർമ്മഫലത്തിൻ്റെ ഭാഗമായി നിങ്ങളുടെ സോള് അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ ഹീൽ ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുന്നത്. പിന്നെ ഇവിടെ കൂടുതലും കുറച്ച് പേർക്ക് കാണുന്നത് ഒരു സ്ത്രീ ശാപം പോലെ എന്തോന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ഫെമിനൈൻ എനർജിയെ ഒരുപാട് ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങളുടെ ഫെമിനൈൻ എനർജിയിൽ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്. അതായത് നിങ്ങളുടെ ഫെമിനൈൻ എനർജി വൂണ്ടഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ഈ വൂണ്ടഡ് എനർജി വെച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവില്ല. കാരണം ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത് ഒരു അട്രാക്ഷൻ ആണ്. അതായത് അട്രാക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഗ്രാവിറ്റിയാണ് ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത്. എന്തും അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു എനർജിയാണ് ഫെമിനൈൻ എനർജി. ഈ ഫെമിനൈൻ എനർജി വൂണ്ടഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു സ്ത്രീ ശാപത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ ഫെമിനൈൻ എനർജി വൂണ്ടഡ് ആയിട്ട് നിൽക്കുന്നത്. ആ ഒരു വൂണ്ടഡ് ആയി നിൽക്കുന്ന ഫെമിനൈൻ എനർജി ഡിവൈൻ ആയിട്ട് വരാനുണ്ട്. അതായത് വൂണ്ടഡിൽ നിന്നും ഡിവൈനിറ്റി അതിലോട്ട് വരാനുണ്ട്. ആ ഒരു ന്യൂ ബിഗിനിങ്, ഡെത്തിന് ഇവിടെ കാണിക്കുന്നത് ഫെമിനൈൻ എനർജീൻ്റെ ഒരു ന്യൂ ബിഗിനിങ്ങിനെയാണ് കാണിക്കുന്നത്. അതായത് വൂണ്ടഡ് ഫെമിനൈൻ എനർജി ഡെത്ത് ആയിട്ട് ഡിവൈൻ ഫെമിനൈൻ എനർജീൻ്റെ ഒരു അവെയ്ക്കണിങ് ടൈം, ആ സണ്ണ് കാണിക്കുന്നത് അവെയ്ക്കണിങ്ങിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് അവെയ്ക്കണിങ് ആവുന്ന ഒരു ടൈമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നടക്കുന്ന ഹീലിംഗ് പ്രോസസ്സ്. ഈ ഹീലിംഗ് പ്രോസസ്സിനെ നിങ്ങൾ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അതിനെ ഡിനൈ ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ റിജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഹീലിംഗ് അവിടെ നടക്കണമെന്നില്ല. എന്താണോ നിങ്ങളിൽ ഇപ്പോൾ സംഭവിക്കുന്നത് അത് പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനെ ഒരിക്കലും റിജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഹീൽ ആവുന്നില്ല അവിടുന്ന്. കാരണം നിങ്ങൾ കൊടുക്കുന്നത് റിജക്ഷൻ ആയിട്ടുള്ള എനർജിയാണ്. നിങ്ങൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ എപ്പോഴാണോ ഇതെൻ്റെ ഹീലിങ്ങിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്, കർമ്മ ഹീലിങ്ങിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുന്നത്, ആ ഒരു സമയം നിങ്ങൾ എല്ലാത്തിനെയും കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് അത് അതിൻ്റേതായ വഴിയിലൂടെ പോകാൻ അനുവദിക്കുക. അതല്ലാതെ ഒരു റിജക്റ്റ് ചെയ്ത് നിന്ന് കഴിയുമ്പോൾ അവിടെ ആ ഹീലിംഗ് പ്രോസസ്സ് നടക്കണമെന്നില്ല. നിങ്ങളെപ്പോഴും വൂണ്ടഡ് ഫെമിനൈൻ എനർജിയിൽ മാത്രമായിരിക്കും നിൽക്കുന്നത്. ഈ വൂണ്ടഡ് മാറി ഒരു ഡിവൈനിറ്റിയിൽ നിങ്ങളുടെ ഡിവൈൻ ഫെമിനൈൻ ഉണർന്നു വരുമ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം മാനിഫെസ്റ്റ് ആവുന്നത്. പക്ഷേ ഇതൊക്കെ ഒരു യൂണിവേഴ്സൽ പ്ലാനിൻ്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്നതാണ്. ഇത് അതിൻ്റേതായ ഫ്ലോയിൽ അങ്ങ് വിട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ളത്. ബാക്കിയൊക്കെ യൂണിവേഴ്സിൻ്റെ ആ പ്ലാനിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ നാച്ചുറലി അവിടെ നടന്നോളും. ആ ഒരു കർമ്മ ഹീലിങ്ങും കാര്യങ്ങളൊക്കെ വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നടക്കുന്ന കാര്യത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അത് കർമ്മഫലത്തിൻ്റെ ഭാഗമായിട്ടാണ്, കർമ്മ ഹീലാവുന്നതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി അതിനെ 100% അക്സെപ്റ്റ് ചെയ്ത് ലൈഫിൻ്റെ ഫ്ലോ അനുസരിച്ചിട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പം ചെയ്യേണ്ടത്. അപ്പോഴാണ് നിങ്ങളിലൊരു ന്യൂ ബിഗിനിങ് വരുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്, നിങ്ങളുടെ ന്യൂ വേർഷനുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവുന്നതും അപ്പോഴാണ്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഫിനാൻഷ്യലി ട്രോമ അനുഭവിക്കുന്നവരെ കാണിക്കുന്നുണ്ട്. അതായത് ഫിനാൻഷ്യൽ ട്രോമ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. എത്ര തന്നെ അധ്വാനിച്ചു കഴിഞ്ഞാലും ഒരു ബാലൻസ് ഇല്ല ഫിനാൻഷ്യൽ കാര്യത്തിൽ. എപ്പോഴും വരവും ചെലവും തുല്യമായി നിൽക്കുന്ന അവസ്ഥ, അതല്ലെങ്കിൽ വരവിനേക്കാൾ കൂടുതൽ ചെലവ് പോകുന്ന അവസ്ഥ. എത്ര തന്നെ രാവും പകലും ഇരുന്ന് അധ്വാനിക്കുന്ന ആൾക്കാരെ കാണിക്കുന്നുണ്ട്. എല്ലാം മറന്ന് ഫിനാൻഷ്യലി ഗ്രോ വരാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ആൾക്കാരെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജി കംപ്ലീറ്റ് പോകുന്നതും ഫിനാൻഷ്യലി ഉള്ള ആ ഒരു ഏരിയയിലോട്ടേക്കാണ് പോകുന്നത്. നിങ്ങൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഫലം കാണുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു ഫലം കാണാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ട്രോമ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു കർമ്മ അവിടെ നിന്ന് ഹീലായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഗ്രോ ചെയ്യാൻ പറ്റൂ. ഇപ്പം ആ ഒരു കർമ്മ ഹീലാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം അത് ഹീലാവുന്ന ഒരു ടൈമായിട്ട് കാണിക്കുന്നില്ല. ഇപ്പം നിങ്ങളുടെ മറ്റൊരു രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫെമിനൈൻ എനർജീൻ്റെ ഒരു കർമ്മ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത്. ആ ഒരു കർമ്മയാണ് ഇപ്പോൾ നിങ്ങളിൽ ഹീലാവുന്നത്. ഫിനാൻഷ്യലി ഉള്ള കർമ്മ ഇപ്പോൾ ഹീലാവുന്നില്ല. അതിന് ഇനിയും കുറച്ച് ടൈം എടുക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷെ അത് ഹീലാവും, അതിന് ടൈം എടുക്കും. ഇപ്പം അതിൻ്റെ സ്ട്രെങ്ത്തിൽ നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. ഫിനാൻഷ്യൽ കർമ്മ നിങ്ങൾ അത്രയും ഫിനാൻഷ്യൽ സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു സമയമായിരിക്കാം ഈ സമയം. അപ്പം അത് ഹീലാവുന്നതല്ല, അതിൻ്റെ ഒരു പീക്ക് സ്റ്റേജിൽ കൊണ്ടുവരുന്നതാണ് നിങ്ങളുടെ എനർജിയെ. അത് ഹീലാവേണ്ട ടൈം ആയിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഇവിടെ കൂടുതലും ഹീലാവുന്നത് ഒരു ഫെമിനൈൻ എനർജീൻ്റെ ഭാഗത്താണ് കൂടുതലും ഒരു ഹീലിംഗ് നടക്കുന്നത്. അത് നടന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസ് ഇവിടെയുണ്ട്. ചാൻസ് എന്നല്ല, ആഗ്രഹിക്കുന്ന കാര്യം വരും. ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ വരുന്നതാണ് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളും ബാക്കിയുള്ള റിലേഷൻഷിപ്പിലുള്ള കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ബേസിൽ വരുന്ന കാര്യങ്ങളാണ്. അതായത് നെക്സ്റ്റ് ഇപ്പോൾ ഉള്ളത് ഫെമിനൈൻ എനർജീൻ്റെ ഒരു ഹീലിംഗ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റേജിലാണ് വരുന്നത് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളും റിലേഷൻഷിപ്പിലുള്ള ഒരു ബാലൻസും ഒക്കെ നെക്സ്റ്റ് സ്റ്റേജിലാണ് വരുന്നത്. നിങ്ങൾ ചിലരിവിടെ മറ്റൊരാളുടെ ഇമോഷണൽ സപ്പോർട്ടിന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം, അതല്ലെങ്കിൽ മറ്റൊരാളുടെ ഗൈഡൻസിന് വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾക്ക് അതൊന്നും ആരുടെ അടുത്തൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യം. ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ആരും നിങ്ങൾക്ക് അങ്ങനെ ഇമോഷണലി അവൈലബിൾ ആയിട്ട് നിൽക്കുന്നില്ല. ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും, പാരൻസ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളിൽ ഒരു ഇമോഷണൽ സപ്പോർട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണലി അവൈലബിൾ ആയിട്ടോ ആരും നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിലാണോ പോകുന്നത് എന്നുള്ളതും അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമാണോ എന്നുള്ളത് പോലും നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം നിങ്ങൾ എപ്പോഴും മറ്റൊരാളുടെ അടുത്ത് ഡിപ്പെൻഡഡ് ആയിട്ടാണ് കാണിക്കുന്നത്. മറ്റൊരാളുടെ ഇമോഷണൽ സപ്പോർട്ടിന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റാൻഡിൽ, നിങ്ങളുടേതായ തീരുമാനങ്ങളിൽ നിൽക്കണം എന്നുള്ളതാണ്. അതൊക്കെ നിങ്ങളുടെ കർമ്മേൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റാത്തത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീഡം എൻജോയ് ചെയ്യാൻ പറ്റാത്തത്, മറ്റൊരാളുടെ സപ്പോർട്ടിന് വേണ്ടി എപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ഈ ഒരു കർമ്മേൻ്റെ ഭാഗമായിട്ടാണ്. അതായത് നിങ്ങൾക്കൊരിക്കലും ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ, അതിൻ്റെ ഒരു ധൈര്യം നിങ്ങൾക്കില്ല. നിങ്ങൾ വരേണ്ടത് ഒരു എംബ്രർ എനർജിയിലാണ് നിങ്ങൾ എപ്പോഴും നിൽക്കേണ്ടത്. അതായത് എപ്പോഴും ആരുടെ മുന്നിലും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് വോൺസ്, നിങ്ങൾക്ക് ഒരു ആക്ഷനും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ഐഡിയാസ് ഒക്കെ നിങ്ങളിൽ ഉണ്ടാവാം, പക്ഷേ നിങ്ങൾക്ക് ഒന്നിനും ഒരു ആക്ഷനും എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഒരുപാട് ഐഡിയാസൊക്കെ കൊണ്ട് നടന്ന് ക്രിയേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യണം, നിങ്ങളുടേതായ ഒരു ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടാവാം, പക്ഷെ ഒന്നിനും നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എംബ്രർ എനർജിയിൽ നിൽക്കണം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം എപ്പോഴും നിങ്ങൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. എപ്പോഴും മറ്റൊരാളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ് നിങ്ങളുടേതായ ഒരു തീരുമാനങ്ങൾക്ക് നിങ്ങളൊരു വാല്യൂ കൊടുക്കുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് വേറൊരാളോട് പറഞ്ഞ് അയാളുടെ ഒരു അപ്രൂവ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകൂ. അയാൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ മാറ്റണം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അത് പക്ഷെ മാറ്റാൻ ഇപ്പോൾ ശ്രമിച്ചിട്ട് കാര്യമില്ല. കാരണം അതൊക്കെ നിങ്ങളുടെ കർമ്മേൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ലൈഫിൻ്റെ ഫ്ലോ അനുസരിച്ചിട്ട് പോവുക എന്നുള്ളത് മാത്രമാണ്. ഒന്നും റിജക്റ്റ് ചെയ്യേണ്ട, എല്ലാം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം. പിന്നെ മറ്റൊരാളുടെ ലൈഫിലുള്ള എത്തിനോട്ടം കുറച്ച് കുറക്കുന്നതായിരിക്കും നല്ലത്. മീൻസ് നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ സ്പൈ ചെയ്യുന്നുണ്ടാവാം. അത് മാക്സിമം കുറക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. മറ്റൊരാളെ ചേസ് ചെയ്യുക, ഇതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ പലരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ഡൗട്ടിങ് എനർജിയിൽ നിൽക്കുന്നുണ്ടാവാം. അവരെ ഒരുപാട് സ്പൈ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് റിലേഷൻഷിപ്പിലുള്ള ആളെ മാത്രം ആയിരിക്കണമെന്നില്ല, ആരെയൊക്കെയോ നിങ്ങൾ സ്പൈ ചെയ്യുന്നു. അപ്പം ആ ഒരു ക്യാരക്ടർ മാറ്റണം എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും ആരൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ കർമ്മ ഹീലിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് നിങ്ങളിപ്പോൾ സ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിനെ റിജക്റ്റ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാം, പക്ഷെ അതിനൊരു ലിമിറ്റ് വേണം. അത് ഓവറാകാൻ പാടില്ല. പിന്നെ ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ടാവാം. അത് നിലനിർത്താൻ വേണ്ടി ഒരുപാട് പാടുപെടുന്ന ആൾക്കാരെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ ലൈഫിൽ നിന്നും എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി നിങ്ങൾക്ക് നഷ്ടമായി പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നേടിയെടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് നഷ്ടമായി പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഡിവൈനിൻ്റെ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. കാരണം നിങ്ങളിൽ റൈറ്റ് അല്ലാത്ത കാര്യങ്ങൾ നിങ്ങളിൽ ഒരിക്കലും നിലനിൽക്കില്ല. അതിനെ നിങ്ങൾ എത്ര തന്നെ പിടിച്ചു വെച്ച് നിങ്ങളെ നിലനിർത്താൻ ശ്രമിച്ചാലും ഒരിക്കലും അത് നിലനിൽക്കില്ല. കാരണം അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ളതല്ല. റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിലനിൽക്കുക തന്നെ ചെയ്യും.
റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ കർമ്മേൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ആ ഒരു കർമ്മ ഹീലായി കർമ്മേൻ്റെ ഒരു എൻഡ് ആവുന്ന ടൈം ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറും. ആ മാറുന്ന ടൈം നിങ്ങൾ എത്ര തന്നെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും അത് നിങ്ങളുടെ നല്ലതിനല്ല, അത് നിങ്ങൾക്ക് മോശമായിട്ടേ വരൂ എന്നുള്ളതാണ് കാണിക്കുന്നത്. അതൊരു വ്യക്തിയെയാണെങ്കിലും അത് നിങ്ങളുടെ ലൈഫിലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ പോലും, വീടോ കാറോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ എന്ത് തന്നെ ആയാലും അതിനെ നിങ്ങൾ പിടിച്ചു നിർത്തേണ്ട ആവശ്യമില്ല. നിങ്ങളിൽ നിന്ന് പോകേണ്ടത് നിങ്ങളിൽ നിന്ന് പോകുക തന്നെ ചെയ്യും. കാരണം അതൊക്കെ പോകേണ്ടതാണ്, അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ളതല്ല. അത് എത്ര തന്നെ നിങ്ങൾ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും അത് നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും നല്ലത് വരില്ല, നല്ലത് കൊണ്ടു തരില്ല. അതുകൊണ്ട് പോകുന്നതൊക്കെ പോകട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്, ലൈഫിൻ്റെ ഫ്ലോ അനുസരിച്ചിട്ട് പോവുക. നഷ്ടപ്പെടുന്നതിനെ അക്സെപ്റ്റ് ചെയ്യുക, വരുന്നതിനെ റിജക്റ്റ് ചെയ്യാതിരിക്കുക. അതാണിപ്പോൾ ചെയ്യേണ്ടത്. ഇതൊക്കെ നിങ്ങളുടെ കർമ്മേൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ ജന്മം അല്ലെങ്കിൽ മുൻ ജന്മത്തിൽ നിങ്ങൾ ചെയ്തതിൻ്റെ കർമ്മേൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. പലർക്കും മദർ വൂൺസ് ഇവിടെ കാണിക്കുന്നുണ്ട്. മദർ വൂൺസ് ഫെമിനൈൻ എനർജീൻ്റെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ മാറുന്ന ഈ ഒരു ഫെമിനൈൻ എനർജീൻ്റെ ഒരു ഷിഫ്റ്റ് ഇപ്പം നടക്കുന്ന ഒരു സമയമാണ്. അതാണ് ഇപ്പം നടക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നെക്സ്റ്റ് വരുന്ന കാര്യങ്ങളാണ്, ഇതിൻ്റെ ഷിഫ്റ്റ് നടന്നതിന് ശേഷം. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിംഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.